ടൈഗർ റിസർവ് വരുന്നുണ്ട് കണ്ട. ടൈഗർ റിസർവ് കറക്റ്റ് സ്ഥലമാണ്. നമ്മളതിന് ടൈഗർ റിസർവിലോട്ട് കയറുന്നു. നല്ലതല്ലേ? പുലി 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 ഡക്ക് ഉണ്ടെങ്കിൽ ടൈഗറെ കാണാം. അത് അൺലക്കി എന്നാ പറയുന്നത്. അങ്ങനെ ടൈഗർ വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് കാണുന്ന വിചാരിക്കുന്നത്. ഇന്ന് നമ്മൾ നമ്മുടെ നോ ഡെസ്റ്റിനേഷൻ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ റൂം വെക്കേറ്റ് ചെയ്ത് തൽക്കാലം വണ്ടി എടുത്തിട്ട് നമുക്ക് മൈസൂരിലോട്ട് പോകാം. പിന്നെ പോകുന്ന വഴി കുറച്ചുകൂടി ഊട്ടി നോക്കിയേക്കാം. ഞാൻ വലുതായിട്ട് കണ്ടില്ല, കുറച്ചൊക്കെ കണ്ട, എന്നാലും കുറച്ചുകൂടി. നീ ആ ടയർ മാറിയൊന്നും ഇല്ലേ? വേറെ ഒന്നും കിട്ടിയില്ലേ? ആ നിക്കറ് തന്നെ ഇടായിരുന്നല്ലേടാ. ദൈവമേ, ഈ ഹോൺ ഈ വിരൽ വെച്ച് ഇങ്ങനെ അടിച്ചടിച്ചില്ലേ? ഇപ്പത്തെ ഈ വിരൽ എനിക്ക് മടങ്ങുന്നില്ല. നോക്ക് എന്തുവാണ് ഇത്? AC ഇട്ടേക്ക്, ഹീറ്ററാക്ക്, തണുപ്പ് ഇവിടെ തണുക്കുന്ന മോനെ. നീ കിടീടെ വിറക്കുമായിരുന്നില്ല. ആരും വിറക്കുന്നു? വേറെ കുഴപ്പമൊന്നുമില്ല. വോയിസ് എല്ലാവരും നടഞ്ഞു എത്ര ആണോ? ശബ്ദം അടഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ തണുപ്പ് കാരണം. ഓൾറെഡി ഓൾറെഡി വിരലൊന്നും വർക്ക് ചെയ്യുന്നില്ല. ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടുത്തെ ഓൾറെഡി വിരലൊന്നും വർക്ക് ചെയ്യുന്നില്ല. മെമ്മോറിയൽ ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇത്ര വലിയ പേര്. നമുക്ക് നമ്മള് ലൊക്കേഷൻ ഇട്ടിട്ട് വണ്ടിയിലൊന്നും ഒരു ലൊക്കേഷൻ ഇടാതെ നമ്മൾ വെറുതെ ജനറലൈസ് ഐഡിയ ഉണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മൈസൂർ ആണെന്ന്. അപ്പൊ ആ രീതിയിൽ പൊക്കോണ്ടിരിക്കുക. ഞാൻ ഇട്ടിട്ടുണ്ട് ലൊക്കേഷൻ. അത് മൂഡ് കളയാ. എന്തുവാ ഇത്? എങ്ങോട്ടാ പോണ്ടേ ഇനി? ഇനി മോനെ അറിയാലോ, ജനറലൈസ് അല്ലേ, റൈറ്റിലോട്ട് പോകും. അല്ല പിന്നെന്തിനാ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. ഇനിയും വേറെ പൊക്കത്തോട്ട് കയറാൻ വയ്യ എനിക്ക്. സൂര്യൻ നോക്കി പോണ്ടേ? സൂര്യൻ നോക്കി പോ. ഇനി എനിക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. AC ഓൺ ആക്കിട്ടിരിക്കുന്നു. AC ഓൺ ആക്കിയിടണ. എന്താ ഇത് തണുക്കുന്നതാണ്? എനിക്ക് തണുപ്പില്ലല്ലോ. 28 ആക്കി. അതൊക്കെ നല്ലത്. എന്തുകൊണ്ട് എനിക്ക് തണുക്കുന്നില്ല? നിനക്ക് തണുക്കുന്നില്ലെങ്കിൽ നീ പോയിട്ട്. സോ ഫൈനലി നമ്മൾ മല ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഇത്രയും കഠിനമായ മല ഞാൻ സ്വന്തമായിട്ട് ഓടിച്ചു കയറ്റിയത് നമ്മൾ സുഖമായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുവാണ്. പോകുന്ന വഴി ഇവിടെ നിൽക്കണം കേട്ടാ. KSRTC ഒന്ന് പോണ. KSRTC കേരളത്തിലെ വണ്ടി എനിക്കറിയാം, കാണാൻ മനസ്സിലാവും. പിന്നെ കർണാടക മാത്രമല്ല കേരളവും പാട്ട് ചെയ്ത് ഞാൻ സൊല്ലേ ആവണം. കേറ്റത്തിൽ ട്രാഫിക് ഇരിക്കുന്നുണ്ട്. എനിക്ക് വല്ല ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടാ. ഇന്നലെ ഞാൻ ഫുള്ള് ഇതായിരുന്നുണ്ട്. ഉണ്ടാ നീ കേറ്റത്തിൽ ട്രാഫിക് ഒന്നുമില്ല. എന്റെ പൊന്നോ, പാമ്പ് പോലും ഇതിന് ഇത്ര സ്ലിം ആൻഡ് സ്ലിക്ക് അല്ല എന്റെ റോഡ്സ് ഒക്കെ കണ്ടപ്പോ. മൈസൂർ റോഡിൽ നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ. ഇന്ത്യയാണ് ബൈ. നമ്മളെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഈ മലയുടെ നടുക്ക് നിൽക്കുന്നോണ്ട് വല്ലയിടൊന്നും കാണാനില്ല. കുറെ സൈഡ് ഭാഗത്താണ് എന്തെങ്കിലും കാണായിരുന്നു. നമ്മള് ഫുൾ ഊട്ടിയുടെ അകത്തോട്ട് കയറി മുൻമുല വന്ന് നിൽക്കുകയാണ്. ആ മൂലയ്ക്കൊക്കെ എന്ത് കാണുന്ന അറിയത്തില്ല. അത് ഈ ഊട്ടി രാജാവിന്റെ ഫോർട്രസ് ആയിരുന്നു. പെട്ടെന്ന് ആ കുതിര അങ്ങനെ ഓടി ഓടി പോകുന്നു. മനസ്സിലായോ? കുതിര റൈഡ് പോയായിരുന്നു നമുക്ക്. റിസോർട്ടിൽ വിട്, കുതിര റൈഡിൽ പോവാം. ആയി കൊടുക്കാൻ പറയുമ്പോ അപ്പൊ ഒടുക്കത്തെ സ്പീഡ്. ഇതുമായിട്ട് ഈ ഊട്ടി കയറിയിട്ടാണ് ഈ 30-40 മേളിൽ പോയിട്ടില്ല. കാരണം എപ്പ ഹായ് കൊടുക്കാൻ പോയി അപ്പൊ 400-200 വിടുന്നു പോയി. ഇത് അടുത്ത ഹായ്. ഇത് കുളവാക്കി നോക്കി. അടുത്ത ചേട്ടൻ നടന്നു പോകാം. അത് മതി. എന്നാലും പതിയെ പോ. അവര് പുറകെ പട്ടിയുണ്ട്. ഹായ് അണ്ണാ. ജെയിംബ് എന്താണ് സീനറി കാണാൻ വേണ്ടി ഇരിക്കുവാണ്? നല്ല ചൂടും തണുപ്പ് ക്ലൈമറ്റും കിടില. ചെറിയൊരു ഡൗട്ട് എന്ന് വെച്ചാൽ മുമ്പിലോട്ട് കേരളമാണോ മൈസൂറാണോ അല്ല എങ്ങോട്ടാണോ ഒരു ചെറിയൊരു ഡൗട്ട്. ഗൂഗിളൊക്കെ ചത്തും തോന്നും, അനങ്ങും തോന്നും. നമുക്ക് ചോദിച്ച് പോവാം. നമ്മൾ റോഡ് കുറച്ച് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ആ വേറൊരു വഴി ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ആരും വിടാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ നമുക്ക് ഇറങ്ങി പോകേണ്ടി വരും. 43 ആണോ? നീ എന്താ ഇവിടുത്തെ സെക്രട്ടറിയാ? ഈ ചെറിയ ചെറിയ സിറ്റി കാണാതെ ആ ഭാഗങ്ങളൊക്കെ കാണാനല്ലേ. നമ്മള് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. എന്തിനാന്ന് വെച്ചത് അതിന്റെ ഭാഗത്തിന്റെ പുറകിലായിട്ട് ഒരു പൈൻ ഫോറസ്റ്റ് ഉണ്ട്. അത് JMBക്ക് കാണണമെന്ന്. ആൾക്കാർക്ക് കാണണം. നീ ആൾക്കാർക്ക് വേണ്ടി നടക്കുന്നവനാണ്. ഇത് കൊള്ളാടാ, ഇത്ര വലിയ ക്യൂ. നിനക്ക് ഇതാണ് കാണേണ്ടത്. ഇവിടുന്ന് തന്നെ മരം നോക്കിയിട്ട് വാടക ഇറക്കാം. എനിക്ക് വയ്യ. ഇത്ര പേര് ആൾക്കാർ വന്നിട്ടുണ്ട് കാണാൻ വേണ്ടി. എന്റെ ഔട്ട്ഫിറ്റ് ഒക്കെ ഉണ്ടാ കൊള്ളത്തിലെന്ന് മാത്രം പറഞ്ഞില്ല. നാണക്കേടാ. കേരളത്തിൽ നിന്നാണ് സ്കൂളിലെ ട്രിപ്പ് കാണാനെന്ന് തോന്നുന്നു. ജനസംഖ്യ ഉണ്ടല്ലോ ഇവിടെ. ഇന്നോടെ ഒറ്റടിക്ക് ഇവിടെ ആൾക്കാർ കൂടുക.
കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ ഇത്ര തിരക്കില്ല. അവിടെ എന്താ ലേക്ക് വല്ലതും ആണ്? അവിടെ അറ്റത്ത് പോയിട്ട് തിരിച്ചു വരാം. അവന്റെ ക്യൂട്ട്നെസ് കുറച്ച് കുറവായതുകൊണ്ട് മകന്റെ ക്യൂട്ട്നെസ് കാണിച്ച് ഫുഡ് അടിക്കാൻ ജെയിംബിതെ ഫോട്ടോ എടുപ്പിക്കുക. ഇവന്റെ മുണ്ടൂരായിരുന്നു. എന്താ കുഴപ്പം? എന്താ നല്ല വൈബ്, നല്ല സ്ഥലം, നല്ല തണുപ്പ്. കുഴപ്പമില്ല. കുറച്ചുകൂടി ആൾക്കാർ കൂട്ടിയിരുന്നെങ്കിൽ ഇത് പൈൻ ഫോറസ്റ്റിന് വരെ നേരെ എല്ലാവരും നമുക്ക് ഇറങ്ങാം. ഇപ്പോഴും മുണ്ട് പിടിച്ചോണ്ടിരിക്കുവാണ്. എന്താ ഇത് നാണമാ? ആ അങ്ങോട്ട് ആ വെള്ളത്തിനോട് നടന്നു പോവാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പോവാം. വീട്ടിലല്ലെന്ന് വെച്ചാൽ കാറിലോട്ട് പോവാം. 4 വർഷം മുമ്പേ ഞാൻ എങ്ങനെ വന്നതാ ഷൈ ചെക്കൻ. ഇപ്പൊ ഒരു മുണ്ടൊക്കെ എടുത്തോണ്ട് ഒരു നാണമില്ലാതെ വരുന്നു. മുണ്ടെടുത്തോണ്ട് നിന്ന് ആളിക്കണം. ഒരു മണം നിന്റെ മേത്തുനിന്നാണോ അല്ലെങ്കിൽ ഇവിടുത്തെ നാറ്റമാണോ? നേച്ചറിന്റെ നാറ്റമാണോ അല്ലെ വേറെ നാറ്റമാണോ? കുഴപ്പമില്ല, പച്ച വെള്ളം. ഇതിപ്പോ എന്തോ ഒരു സ്മെല്ലുണ്ട് ഇവിടെ. ആരെങ്കിലും മുള്ളിയതാണോ അല്ലെങ്കിൽ ഇവിടുത്തെ പൈൻ്റെ ഇടക്കുള്ള മരത്തിന്റെ ഇടക്കുള്ള മണമാണെന്ന് എനിക്കറിയാം. ഓ അതിന്റെ മണമായിരിക്കും. ഇതേണ്ട ആ ആൽഗ നിൽക്കുന്ന അതിന്റെ നാറ്റമാണെന്ന് തോന്നുന്നു. ഞാൻ പറയാം, നീ ആ വെള്ളത്തിൽ കുളിച്ച് വന്നാലും ഒരു വ്യത്യാസം തോന്നുന്നില്ല നിന്റെ പച്ച കളർ കാരണം കേട്ടാ. അത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇത് കാണാൻ ഇത് നല്ല വെള്ളമൊന്നുമല്ല, ഇത് വെറും പേരിന് വേണ്ടി മാത്രമാണ്. ഈ പൈസ വേണ്ടി സമയമാർക്ക് വെള്ളം ക്ലീൻ ആക്കാൻ വരും. ഇതപ്പോ നമുക്ക് ഇറങ്ങാം കേട്ടോ. വെറും വൈറ്റ് സ്മെല്ല് കഴിക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ വണ്ടിയിലോട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ റോഡ് ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പോവുക. ജെയിംബി വെള്ളം മേടിച്ചോണ്ട് വരും. പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറെ വരുന്നുണ്ടാവും. നല്ല ബുക്ക് കൊണ്ട് പോയോ? ഒന്നും കാണുന്നില്ല കേട്ടോ. ആരിവൻ വെള്ളം കൊണ്ടുവരുന്നേ. എന്തൊക്കെയാ മേടിച്ചോണ്ട് വരുന്നത്? ഇത്രയും വലിയ ബോട്ടിൽ എന്തിനാണ് ഈ തണുപ്പത്ത്? അവിടെ ഇല്ലായിരുന്നു ചെറുത് കോണൊക്കെ മേടിച്ചില്ല. കയറി പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. വെള്ളം ലീക്ക് ആകത്തില്ലല്ലോ. അങ്ങനെ വെച്ചാൽ ലീക്ക് ആവും. അന്നേരം ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്ക്. അപ്പൊ നമ്മൾ ഊട്ടി വിട പറയുകയാണ്. എന്തെങ്കിലും പറയാനുണ്ടോ അവസാനമായിട്ട്? പെട്ടെന്ന് വിട പറഞ്ഞ് നമുക്ക് താഴത്ത് പ്ലെയിൻ ഫീൽഡിലോട്ട് ഇത്രക്ക് മോനെ അവിടെ ഊട്ടി കൊണ്ട് ഇറക്കി, മോനെ ഊട്ടിന്ന് ഇറക്കി, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്തില്ല. മോനെ ഊട്ടി അവിടെ ബോട്ട് ഹൗസ് ഉണ്ടായിരുന്നു. എന്തൊക്കെ ചോക്ലേറ്റ് ഫാക്ടറി പോയില്ല, ബൊട്ടാണിക്കൽ ഗാർഡൻ പോയില്ല, ബോട്ട് ഹൗസ് പോയില്ല, ട്രെയിനിൽ പോയില്ല. റോഡ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ റോഡിൽ തന്നെ ഒട്ടിയിരിക്കണം. കൊറേയൊക്കെ പോയി സംതൃപ്തി കാണിക്ക്. വീട്ടിലിരിക്കുമല്ലോ പിടിച്ചു കൊണ്ടുവന്നില്ലേ? തേങ്ങയും പോയില്ല, തേങ്ങയും പോയില്ല. പിന്നെ എന്നെ ഒരു ലുങ്കി കൊണ്ട് കുറെ കോളേജ് പിള്ളേരുടെ ലുങ്കി കൊണ്ട് ഇറക്കി. അതും കൊള്ളാം. ഇനി എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയാം മൈസൂരത്തേക്ക്? 125 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ഈ 125 കിലോമീറ്റർ നമ്മൾ കാറിൽ തന്നെ ഇരിക്കാൻ പോകും. റോഡ് ട്രിപ്പ് എന്ന് പറയുമ്പോ അറ്റ്ലീസ്റ്റ് സ്ഥലത്ത് നിൽക്കണം, പോകണം. അല്ലാതെ റോഡ് ട്രിപ്പ് മോൻ എന്തോ കാണിക്കുന്ന അറിയാവാ? രാവിലത്തെ ഫുൾ ടൈം വണ്ടി ഓടിച്ച് ഏതെങ്കിലും ഫുൾ വണ്ടിയിലായിരിക്കും. പിന്നെ ആ സ്ഥലം എത്തുമ്പോൾ രാത്രിയാവും. പിന്നെ ഹോട്ടലിൽ നിൽക്കും. പിന്നെ രാവിലെ പിന്നെ കണ്ടിന്യൂ. ഇതാണ് മോന്റെ റോഡ് ട്രിപ്പ്. അല്ലടാ, നീ ഓരോ ഉപ്പം എന്തോ ഓരോ ഇഞ്ചിഞ്ച് നീ അളന്നിട്ട് ഇത് നോക്ക് പുറത്തോട്ട്. ഇവിടെ ഇവിടെ പുറത്ത് നോക്കാതെ എനിക്ക് ഇറങ്ങി നോക്കണം. ഇറങ്ങണം, ഈ മലയുടെ മേളിൽ കയറണം. അവിടെ പോണം. അവിടെ ആ മേളില് അവിടെ അവിടെ പോണം. പറ്റുമോ? ഇവിടെ നിർത്തുന്നുണ്ട് ആൾക്കാർ. നിർത്തുന്നെങ്കിൽ കുറച്ചു കഴിയുമ്പോ അടിയിലെത്തും നമ്മൾ മലയുടെ. ഇവനത് മലയുടെ എവിടെയോ നിക്കണായിരുന്നു നിന്ന്. സത്യം പറഞ്ഞാൽ ആ മെയിൻ സിറ്റിക്കകത്ത് പുറത്തോട്ടുള്ള ഈ ഏരിയക്കകത്ത് റൂമൊക്കെ ഇട്ട് കിട്ടുന്ന വരും. ജെയിംബിലെ പൊക്കത്തോളം അമ്പലത്തിൽ പോകാൻ പോവുക. അമ്പലം ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പൊക്കത്തോട്ട് പോയിട്ട് വരാം. പൊക്കത്തോട്ട് മഴയുണ്ടല്ലോ, കാണാനുള്ള കേട്ടാ. എനിക്കറിയില്ല പൊക്കത്തോട്ട് കയറി ഇവരെല്ലാം പറയുകയാണ്. ഇപ്പൊ കയറിക്കൊണ്ടിരിക്കുക. ആ മെയിൻ സിറ്റി താമസിക്കാനുള്ള എനിക്ക് പ്ലാനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് ഐഡിയ ആയിരുന്നു എങ്ങോട്ടാ പോകേണ്ടത്, എവിടെ നിൽക്കണമെന്നൊക്കെ. ഇവിടുത്തെ ക്യാബേജിന്റെ കൃഷിയാണ്. പൊക്കത്തോട്ട് ഇനി 6 രൂപ വീടാ. ഇങ്ങനെ തരുന്ന സ്ഥലത്ത് 1-2 ദിവസം നിന്നാ കിട്ടില്ല. എനിക്ക് സ്കോട്ട്ലൻഡിൽ ഇങ്ങനത്തെ മറ്റേ വില്ലേജ് ഹട്ടിൽ നിൽക്കുന്ന ഇതില്ല, അതൊക്കെ നല്ല ഇഷ്ടമാണ്. ക്യാബേജ് ആണ് കണ്ട്. ഓ കുറിയൊക്കെ തൊട്ടല്ലേ. അമ്മേനെ വിളിക്കട്ടെ. ഇവിടെ വെച്ചാ വീഡിയോ കോളോ? ഇവിടെ വെച്ച് കിട്ടുമായിരിക്കും. ഇവിടെ ടവറൊക്കെ ഇല്ല. അതുകൊണ്ടാ ക്യാബേജ് അത്. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലേ. അപ്പൊ നമുക്ക് പോവാം. മോൻ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് എല്ലാ ദിവസവും ഓരോ അമ്പലത്തിൽ പോയി ഞാൻ കുറി തൊടുക. എന്താന്ന് അറിയത്തില്ല കേട്ടോ. ദൈവമേ രസിക്കണേ. ബസ്സുകാരൊന്ന് പെട്ടെന്ന് ഓടിക്കും. എന്താണ് വണ്ടി ഓടിക്കാറില്ലേ? അതേ പോയാൽ മതി കേട്ടോ. മോൻ ആവേശം കൊള്ളുന്നുണ്ട്. മല കയറ്റി മല ഇറക്കാനുള്ള ദൈവം എനിക്ക് കിടില മോനെ. താഴത്തോട്ട് ഇറക്കുന്ന വളച്ചോണ്ട് എനിക്ക് വയ്യ. കൊള്ളാം ഇതൊക്കെ. വണ്ടിയൊക്കെ വരുന്നത് സൂക്ഷിച്ചുമ്പോ ആക്കുന്നുണ്ടല്ലോ. അതിനെന്തിനാ നെഞ്ച് അടിക്കുന്നത്? മോൻ 2-3 ദിവസമായിട്ടുള്ളൂ കൺട്രോൾ ഓടിച്ചു പഠിച്ചാൽ മതി. ഞാൻ കൊടുക്കുന്ന ഫാസ്റ്റ് കൈ വണ്ടി കിട്ടില്ലായിരുന്നു. അത്രേ ഉള്ളൂ. അടിയിലോട്ടുള്ള റോഡ് ആയതുകൊണ്ട് ആവേശം മോനെ. ഇവിടെ ഞാൻ കുറച്ച് നേരമായിട്ട് പോകാൻ. പക്ഷെ റോഡ് വെള്ളത്തിൽ എന്ത് കിടിലൻ സ്ഥലമാന്ന് നോക്കി. അത്രയ്ക്ക് ഇല്ല, എന്നാലും നല്ല അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കണം മോനെ. അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങനത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. മറ്റേ ഊട്ടിയുടെ അകത്ത് മെയിൻ സിറ്റിക്കകത്തായിരുന്നു വലിയ ഷോകമായിരുന്നത്. തലൊടുക്കത്തെ കിടിലാണ് ബോയ്സ്. അവിടെ വരെ മഴ വരും. അപ്പോ നമ്മൾ ഫൈനലി ഒരു ഫ്ലാറ്റ് ലാൻഡ് എത്തിയിട്ടുണ്ട്. ആഫ്റ്റർ അവേഴ്സ് ഓഫ് ട്രാവലിംഗ്. മോനെന്തെങ്കിലും പറയാനുണ്ടോ? അവേഴ്സ് ഓഫ് ട്രാവലിംഗ് അല്ല, അവേഴ്സ് ഓഫ് യു സിറ്റിംഗ് ദേർ വിതൗട്ട് ഡൂയിങ് എനിത്തിങ്.
അങ്ങനെയൊക്കെ മോൻ പറയും. പക്ഷേ മല ഫുള്ളും കയറ്റി ഞാൻ ഇറക്കാൻ വേണ്ടി മാനെ ജസ്റ്റ് ഒന്ന് വണ്ടി കൊടുത്തു വെച്ചു. അപ്പൊ നമ്മൾ പോകുന്നത് മൈസൂർ. വി ആർ കമ്മിങ് ബോയ്സ്. ഇവിടുന്ന് റൈറ്റ് ആണ് മോനെ, റൈറ്റിലോട്ടാണ്. അങ്ങോട്ട് അവിടുന്ന് അങ്ങോട്ടാണ് മോനെ. കൊടുക്കല്ലേ, അങ്ങ വെയിറ്റ് പണ്ണുങ്കോ തമ്പി. പോങ്കോ തമ്പി, അവിടുന്ന് ഇവിടുന്നൊക്കെ വണ്ടികൾ. இந்த வரி போங்க, இந்த பசங்க இங்க வரி. இனி நமக்கு கிடைச்சு 2.5 to 34 minutes இருக்கு. ഓൾ ദ ബെസ്റ്റ്. ഇനി 2.5 മണിക്കൂർ ഇருக்கு. നേരെ ഒരു ടൈഗർ റിസർവ് വരുന്നുണ്ട്. കണ്ട ടൈഗർ റിസർവ് കറക്റ്റ് സെവലാണ്. നമ്മളതിന് ടൈഗർ റിസർവിലോട്ട് കയറുന്നു. നല്ലല്ലേ? പോതെ പുലി 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 പുലി. ഡക്ക് ഉണ്ടെങ്കിൽ ടൈഗറെ കാണാം. അത് അൺലക്കി എന്നാ പറയുന്നത്. അങ്ങനെ ടൈഗർ മാൻ 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 മാൻ. എന്റെ സ്പോട്ടിങ് കിഡ്ലോ മോനെ. മാൻ ദേ മാൻ മാൻ മാന്റെ കൂട്ടം. ഇത് ഓപ്പൺ ആക്കി വെച്ച ടൈഗർ ചാടി അകത്ത് പറഞ്ഞ പിടിച്ചോണ്ട് പോകും. അല്ല ഇത് ടൈഗർ റിസർവ് ആണ്, അല്ല സൂ അല്ല. ഇന്ത്യൻ റിസർവ് അല്ല. എനിക്ക് ഫോറസ്റ്റ് വണ്ടി പോകുന്നുണ്ടോ? കിട്ടില്ല എന്റെ മുന്നോ. ഫോറസ്റ്റ് വണ്ടി പതിയെ പോ മോനെ, പതിയെ പോ. കേറ്റിക്കൊണ്ട് പോണം. ധൃതിയൊന്നുമില്ലല്ലോ മൈസൂർ പോയിട്ട്. കേറ്റിക്കൊണ്ട് പോവാ കാറ്റത്ത്. ഒരു സ്പീഡും വേണ്ട, പതിയെ പോകാൻ പറ്റി. ഞാൻ സ്പോട്ട് ചെയ്തിട്ട് ടൈഗറിന്. എനിക്ക് ടൈഗറിന്റെ മൂവ്മെന്റ് അറിയാം. ഞാൻ സ്പോട്ട് ചെയ്ത് കാണിച്ചു തരാം. ആ ചക്കൻ നിർത്തി വെച്ചിരിക്കാനുള്ള വണ്ടി ഗ്യാസ് കൊടുക്കുന്നത് ടൈഗറിന്. LPG ഗ്യാസ് ഒക്കെ കൊടുക്കേണ്ടിരിക്കും. മാംസമൊക്കെ കുക്ക് ചെയ്ത് തിന്നാ മതി. പേടിയില്ല ടൈഗർ ഉള്ളതിന്. കണ്ടം വരും. ബൈക്കിലൊക്കെ പോകുന്നവരൊക്കെ ചാടി പിടിക്കും. അല്ലെങ്കിൽ ടൈഗർ ചിലപ്പോ ഹൈഫൈ കൊടുക്കുമായിരിക്കും. ഇപ്പൊ ചിലപ്പോ ബൈക്ക് അവര് മാനേറ്റർ ടൈഗർ എല്ലാവർക്കും ഉണ്ടാ. കണ്ടം മതി വീട്ടില്. ഒരു ആനിമേ ഉള്ളൂ ഈ ലോകത്ത് കണ്ട ബോറടിക്കാത്ത. ഏതാ പറയാൻ പറ്റും? ഏതാ അറിയില്ല. നമ്മുടെ വീട്ടിലെ ഒരു മിനിയേച്ചർ ഇരിപ്പുണ്ട്. അതിന്റെ അറിയില്ല. ഒടുക്കത്തെ മിനിയേച്ചർ. കണ്ടന്റെ മുത്തശ്ശനായിട്ട് വരും. കണ്ടന്റെ മുത്തശ്ശനായിട്ട് വരും. പുലിയാണ്. അത് തന്നെ മനസ്സിലായി. പിന്നെ ഇവരെ ഒന്നും പിടിച്ചോണ്ട് പോകത്തില്ലല്ലോ. പുളി പറങ്ങ ഉക്കാറുങ്ങോ അടുത്ത ഡ്രോപ്പ് ഉണ്ടേ. ഇലക്ട്രിഫൈ അയച്ചിരിക്കുവാണ്. വെറുതെ പുലി വരാൻ. ഞാൻ അറിഞ്ഞില്ല. ഞാൻ അവിടുത്തെ പുലി ഇങ്ങനെ ഇവിടെ പമ്പ് നടക്കുമായിരിക്കും. എന്തായാലും രക്ഷപ്പെട്ട് ഏതെങ്കിലും പുലി അകത്തോട്ട് വരാൻ ചാൻസ് ഉണ്ട്. നല്ല വിശന്നിരിക്കുന്ന പുലി, ഒടുക്കത്തെ വിശപ്പ്. ഇലക്ട്രിക് ഫെൻസ് പോലും നോക്കാതെ ചാടി വന്ന് ഈ വണ്ടിയുടെ മുമ്പിൽ ചാടി അർജുനമ്പിയുടെ തല കടിച്ചോണ്ട് പോകുന്ന എഫക്റ്റീവ് വിചാരിച്ചു നോക്കിയാൽ ഞാൻ ബ്ലോഗ് എടുക്കും. ബ്ലോഗ് മോണിറ്റൈസേഷൻ കിട്ടില്ല കുഴപ്പമില്ല. ഞാൻ ഡിസ്റ്റർബ് ചെയ്യാം. ഞാൻ തന്നെ രക്ഷപ്പെടുത്താനും പറ്റത്തില്ല. കടിച്ചോണ്ട് പോകണമെന്ന് വിചാരിക്കത്തുള്ളൂ. അത് അവരുടെ ആഹാരമാണ്. ഫുഡ് ചെയിൻ നമ്മൾ നിർത്താൻ പാടില്ല. എന്നെ പിടിച്ചോണ്ട് പോയ പക്ഷേ കല്ലെടുത്തെറിയണേ. നമ്മള് ഫൈനലി ടൈഗർ റിസർവ് കഴിഞ്ഞു. ഇറങ്ങാൻ പോവാ. ഓക്കെ, താങ്ക് യു. നീ ഇങ്ങനെ ക്യാമറ വെക്കുന്നതാണ് പോലീസുകാർ വെറുതെ പിടിച്ച് നിർത്തി വെറുതെ ടൈം വേസ്റ്റ്. താങ്ക് യു. ബൈ. തമിഴ്നാട് വീട്ടിന് ഒഫീഷ്യലി നമ്മൾ ഏത് സ്റ്റേറ്റ് എത്തി? കർണാടക. വെൽക്കം ടു കർണാടക ബോയ്സ്. ടൈഗർ റിസർവ് നിക്കൾറേ. ഇത് നമ്മളിപ്പം മലയും കാടൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം കർണാടകയിലെ ഗ്രാമപ്രദേശത്ത് കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹണി ബീ ഫാം അവിടെ കയറിയല്ലോ. എന്തായാലും ഇത് എന്താണ് തമിഴ്നാട്ടിലെ ഗ്രാമവും ഇവിടുത്തെ ഗ്രാമവും വലിയ വ്യത്യാസമൊന്നുമില്ല. കർണാടകയിൽ ആദ്യം ഞാൻ ബാംഗ്ലൂരിൽ എവിടെയും പോകുന്നു. ഞാൻ നോർമലാണ്. വെൽക്കം ടു ഗുണ്ടേലട്ട്. വെൽക്കം അപ്പൊ ഞാൻ വന്ന പാസഞ്ചർ സീറ്റിൽ ഇനി JMB ഓടിക്കും മൈസൂർ വരെ. എന്ത് ഒച്ചയാണ്? മൈസൂർ വരെ. അപ്പൊ JMB നിനക്ക് വേണ്ടി റോഡ് ഇതേ സിമ്പിൾ ആണ്. സിമ്പിൾ മലയൊക്കെ കയറ്റി പോണേ. ഇനി കൂടുതൽ എനിക്ക് ഡ്രൈവിംഗ് പ്രൂവ് ചെയ്യാനില്ല. പ്രൂവ് ചെയ്യാനുണ്ട്. കുറച്ച് സ്പീഡിലൊക്കെ പോയിട്ട് ഫോർത്തൊക്കെ ഇടും. ഈ ചെരുപ്പിലാ ഓടിക്കുന്ന ആദ്യമായിട്ട്. അതാണ് ഒരു പ്രശ്നം. എന്റെ ചെരുപ്പ് ഒരു പോവായിരുന്നു. പിന്നെ ഞാൻ ചെരുപ്പില്ലാതെ വിട്ടു. അപ്പൊ എന്തായാലും മൈസൂറിന് ഇനി ഇവിടുന്ന് 2 മണിക്ക്. അപ്പൊ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. ചിലപ്പോൾ മൈസൂർ നിൽക്കുന്നൊന്നും നമ്മൾ ഒറ്റയടിക്ക് ഗോവയിലോട്ട് കളയാം. മൈസൂരൊന്നും ഇല്ല. പശു ഉണ്ട് കേട്ടോ വഴിയിൽ. ഒരടിച്ചതായിട്ട് ഇതിപ്പോ ഞാൻ വണ്ടി നിർത്തിച്ചു കേട്ടാ. JMB പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട്. നമുക്ക് പോകണ്ട അങ്ങോട്ടാ. നമ്മൾ കോഴിക്കോട് കണ്ട പോകുന്നെന്ന് തോന്നുന്നു. നിന്റെ കയ്യിലോട്ട് വന്നപ്പോ എനിക്ക് മനസ്സിലായി ഫുള്ളും തെറ്റായിരുന്നു. എന്തായാലും ഇപ്പൊ ഞാൻ പാസഞ്ചർ സീറ്റിൽ ക്യാമറ ഓടിച്ചിരിക്കുന്നതുകൊണ്ട് വ്ലോഗ് കണ്ടന്റ് പ്രോപ്പർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തരാൻ പറ്റി. ഇവനക്കണക്കല്ല. ടൈഗറിനെ കാണിച്ചു കൊടുത്തു. ഞാൻ ടൈഗറിനെ ഉണ്ടാക്കി കയറിയിരുന്നത്. നീ എല്ലാം പോവാ. പിന്നെ നീ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കണ്ടെക്സ്റ്റ് കൊടുക്കുന്നത് ഞാനാണ്. നീ കണ്ടന്റ് വല്ല എവിടെ നിന്ന് ഇടുമായിരിക്കും. പക്ഷെ കണ്ടെക്സ്റ്റ് ആണ് മുഖ്യം. നമ്മൾ മൈസൂർ എത്തിയിരിക്കുകയാണ്. മൈസൂർ ഇവിടുന്ന് വല്ലതും കഴിക്കണം. അത് കഴിഞ്ഞിട്ട് പേട്ട് പൂജയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് ഗോവയിലോട്ട് പോവുകയാണ്. ഗോവയിൽ ഞാൻ 2 വർഷം ഓൾറെഡി നിന്നിട്ടുള്ളതാണ്. അത് ഞാൻ പറഞ്ഞേക്കാം. ഇപ്പോഴേ എനിക്ക് വലിയതല്ല. അല്ല, നമ്മൾ റോഡ് ട്രിപ്പിന്റെ ഭാഗമായി പോവുകയാണ്. ഞാൻ ഫുൾ ഇന്ത്യ ഒന്ന് കവർ ചെയ്തേനെ. ഇതിപ്പം എന്റെ കൂട്ടുകാരന്റെ വണ്ടിയായിപ്പോയി. അല്ലെങ്കിൽ ഫുൾ ഇന്ത്യ കവർ ചെയ്ത് ഞാൻ വീട്ടിൽ എത്തിയത്. പിന്നെ അവിടെ എല്ലാം ഇന്ത്യയുടെ പുറത്തോട്ട്. ഇത്ര ഉള്ളത് മൈസൂരിലെ ഫുള്ളും ഹൈവേ ആണ്. ഫുഡൊന്നും കഴിക്കാൻ സ്ഥലം കാണുന്നില്ല. എന്നാലും കുറച്ചുകൂടി മുമ്പോട്ട് പോട്ടെ. ഇതെല്ലാം പെട്ടെന്നായിരുന്നു. ഞാൻ ഗോവയിലോട്ട് വളഞ്ഞ് മൈസൂരിൽ നിന്നില്ല. ആ പോകുന്ന വഴിയിൽ ഇപ്പം എനിക്ക് ഒന്നും കഴിച്ചില്ല. അവിടെ JMB പട്ടി അവനതിന്റെ പേ പിടിക്കുന്നിടം തോന്നുന്നു. അപ്പൊ ഡാബയിലോട്ട് കയറി നിന്നിരിക്കുക.
പുറത്തുനിന്ന് കാണാൻ കുറച്ച് ഷെയ്ഡിയാണ്, എന്നാലും ഇവിടെ നിന്ന് നമുക്ക് ആഹാരം കഴിച്ചിട്ട് പോവാം. ചെറിയ ഷെയ്ഡി കണ്ടിട്ടുണ്ട്, എന്നാലും ഇവിടെ കഴിക്കാം. എന്നാലും കാണിക്കുന്നില്ല ഷെയ്ഡി എന്നൊക്കെ പറഞ്ഞല്ലേ. എന്താ JMB ജനറേറ്ററൊക്കെ വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അതെ, മിന്നുന്ന് വെളിച്ചമൊക്കെ. പഞ്ചാബി ധാബ എന്നും പറഞ്ഞ് ഏതോ ഒരു ഉൾഗ്രാമത്തിൽ കൊണ്ടുപോയി അവൻ ഫുഡ് കഴിപ്പിക്കുമായിരിക്കും. അമ്മേ ഗോവയിലോട്ട് എത്തും തോറും ഉൾഗ്രാമം ആയിക്കൊണ്ടിരിക്കുക. ഫുൾ ഓടിക്കണം നോൺ സ്റ്റോപ്പ്. ഇപ്രാവശ്യം രാത്രിയായി ഇന്നത്തെ ഫുൾ വ്ളോഗ്. ഇതെല്ലാം കറണ്ടൊക്കെ പോയി, പക്ഷെ ആഹാരമൊക്കെ വന്നു കഴിഞ്ഞു. ഇവിടെയൊക്കെ എന്നാ വെള്ളം പൂശിരിക്കുന്നത് എനിക്കറിയത്തില്ല, എന്നാലും കുറേ ആഹാരമുണ്ട് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് പറയാം കേട്ടോ. കൊള്ളാം. രാത്രി പോലെ സീനാവെന്ന് അറിയത്തില്ല വയറ്റിന്, പക്ഷെ നല്ലേ. രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു. എന്തുവാണ് കവിതയെ ആലു പൊറോട്ടയൊക്കെ പാതിരാത്രി മേടിച്ച് കഴിക്കുക. ഒന്നും കഴിച്ചില്ല ബൈ. ഫുഡൊക്കെ കഴിച്ച് ഇനി അത് റോഡിൽ പോകുമ്പോൾ എന്താണെന്ന് ഞാൻ പറയാം അപ്ഡേറ്റ്. മോനെ ഞാനൊന്ന് മുള്ളാൻ വേണ്ടി അവരുടെ ബാത്റൂമിൽ കയറിയതാ. ഒരു തുരങ്കമായിരുന്നു അത് കണ്ടത്, എനിക്ക് താങ്ങിയില്ല. അർജുനമ്മയ്ക്ക് ചില കാര്യത്തിൽ ഒരു അത്രയും താഴാൻ പറ്റത്തില്ല. പ്ലീസ് പ്രതീക്ഷിക്കരുത്. പുറത്ത് ഞാൻ റോഡിൽ എവിടെയും മുള്ളിക്കോളാം, ആ തുരങ്കത്തിൽ ഉള്ളായിരിക്കും വരത്തില്ല. അത് ചെയ്തോളാം. ആ തുരങ്കം ഞാൻ കണ്ടിട്ട് എനിക്ക് ഇനി കാണാതിരിക്കാൻ പറ്റത്തില്ല. നീ കണ്ടാ അത്? കണ്ടാ മനസ്സിലാവും നിനക്ക്. JMB പുറകെ കിടന്നുറങ്ങാൻ പോവുകയാണെന്ന് തോന്നുന്നു. അതാണ് നമുക്ക് ഇവിടുന്ന് പോവാം. ഒരു 10 മണിക്കൂർ ഓട്ടം മാത്രം. സാരം ഇത് ഹൈവേ ആണ്, റൂം കിട്ടിയാൽ നിന്നേനെ. പക്ഷെ എന്തായാലും നമുക്ക് ആദ്യം ഗോവ എത്താം. എത്ര നേരം ഓടിച്ചോണ്ടിരിക്കുവാണ് എപ്പോഴും. പാതിരാത്രി പിന്നെ ഓടിക്കാണെങ്കിലും ചാർത്തി വെക്കാൻ പറ്റുക. എവിടെയെങ്കിലും എത്തിയാ? വണ്ടിക്കകത്ത് കയറ്റിയാണ്. എവിടെയെങ്കിലും എത്തിയാ? എവിടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആർക്കറിയാം, റോഡ് കുറവുണ്ട്. ഈ സാധനമൊക്കെ എടുത്ത് മാറ്റിയെങ്കിൽ സുഖമായിട്ട് ഇടന്നുറങ്ങായിരുന്നു. സാധനമൊക്കെ മോൻ വിളിച്ചാൽ മതി. ഗോവ ആകുമ്പോ ഒരു അരമണിക്കൂർ മുമ്പ് വിളിച്ചാൽ മതി കേട്ടാ. ചപ്പൻ ചോറ് മേടിച്ചോണ്ട് അല്ലെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അതെടുത്ത് കളയണം ഏതെങ്കിലും സ്ഥലം കിട്ടുമ്പോ. വല്ലപ്പോഴും എടുത്ത് നീ മാറ്റണം കളയാൻ വേണ്ടി. അത് വിട്. ഗോവ എത്തുമ്പോ അരമണിക്കൂർ മുമ്പ് എന്നെ വിളിച്ചാൽ മതി കേട്ടാ. അരമണിക്കൂർ മുമ്പേ ഞാൻ ഓടിക്കാം. അരമണിക്കൂർ മുമ്പേ മോനെ ഒറ്റയ്ക്ക് ഫുള്ള് ഓടിക്കണ്ട. അരമണിക്കൂർ മുമ്പ് എന്നെ വിളിച്ചാൽ മതി ഗോവ എത്തുന്ന മുമ്പേ കേട്ടില്ല. അപ്പം ഗോവയെ പോകുന്നതിന്റെ വഴിയാണ് JMB അവിടെ ഫുഡ്. JMB അവിടെ ഫുഡിരുന്ന് പോൾ ചെയ്തോണ്ടിരിക്കുന്നു. എന്തൊക്കെയോ എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനിപ്പോ എന്റെ കഷമൊക്കെ കീറി അവിടെ ഓടിച്ച് ഇനിയും എന്താണ്ട് 5 മണിക്കൂറൊക്കെ എടുക്കും. 12 മണി രാത്രിയായി. 5.5 മണിക്കൂർ. ഏതൊരു ഹൈവേയിലാണ് 250 കിലോമീറ്റർ കൂടി ഉണ്ട്. കുറെയൊക്കെ ഓടിച്ച് നീ ബാക്കി കൂടി ഓടിക്കണം. കഷം കീറിയ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നാലും നമുക്ക് ഇനി ഗോവ വെച്ച് കാണാം. ഐ ഹോപ്പ് യു ഗൈസ് ആർ വണ്ടർഫുൾ. I'll see you guys next time.